നമസ്കാരം, ഹാപ്പി ക്രിസ്മസ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു ക്രിസ്മസ് ദിനം ആശംസിക്കുന്നു. ഞാനിപ്പം വളരെ സ്പെഷ്യൽ ആയിട്ടൊരു സ്ഥലത്താണ്. അറിയാലോ, ക്രിസ്മസ് ആണല്ലോ. നമ്മൾ ക്രിസ്മസിനാണല്ലോ നമ്മൾ സ്പെഷ്യൽ ഗസ്റ്റുകളെ തേടി പോകുന്നത്. അപ്പോൾ ഒരു മുഖവുരയുടെ ആവശ്യമില്ലാത്ത ഒരാളുടെ അടുത്തേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല, ദേ ഇപ്പോൾ കാണാം. ഹലോ, how are you? ഹാപ്പി ക്രിസ്മസ്. കൊള്ളാം, സന്തോഷം കേട്ടോ. അത് ആദ്യത്തെ ഗിഫ്റ്റാ. എന്തായിരിക്കും സ്പെഷ്യൽ? കേക്ക് ആണോ മറ്റെന്തെങ്കിലും ആണോ? സ്പെഷ്യൽ കേക്ക്, ക്രിസ്മസ് കേക്ക് ആണല്ലോ അല്ലേ? അപ്പൊ ആളിനെ മനസ്സിലായല്ലോ, ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. വിശേഷങ്ങളൊക്കെ അല്ലേ? അമ്മയ്ക്ക് പ്രസന്റ് കേക്ക്, ക്രിസ്മസ് കേക്ക്. ഹാപ്പി ക്രിസ്മസ് അമ്മ. ഹാപ്പി ജോ ഇങ്ങനെ എല്ലാ ദിവസവും എന്തെങ്കിലും ഇങ്ങനെ അമ്മയ്ക്ക് ചിലപ്പോ പത്രമാണ്, അമ്മ ഇങ്ങനെ പത്രം വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പത്രം ഗിഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു. കാരണം അച്ചാച്ചൻ ഒത്തിരി എപ്പോഴും ഇങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ദിവസം തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു സാധനം ഗിഫ്റ്റ്, കുട്ടിയമ്മയ്ക്ക് ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കും. ജോ ഇതുപോലെ തന്നെ അമ്മയ്ക്ക് ഇങ്ങനെ മണിയുടെ രാഷ്ട്രീയം അത് കുട്ടിയമ്മയുടെ കൂടെ രാഷ്ട്രീയമാണ് കേരളത്തിലല്ലേ. കെ എം മണി സാറ് പറയുന്നതിൽ, ഒരു ഇന്റർവ്യൂവിനൊക്കെ വന്ന് പറയുന്നതിൽ കൂടുതലും കുട്ടിയമ്മയെ കുറിച്ചായിരിക്കും പറയാ. മാത്രമല്ല, എന്റെ ആദ്യ ഭാര്യ കുട്ടിയമ്മയും രണ്ടാമത്തെ ഭാര്യ പാലയും എന്നാണ് എപ്പോഴും പറയാറ്. അങ്ങനെ അച്ചാച്ചൻ എവരി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഇറങ്ങി 1 മണിക്കൂറിനകം തിരിച്ചു ചിലപ്പോൾ വരും. പക്ഷെ 3 പ്രാവശ്യം മൊബൈലിൽ വിളിക്കും. എന്നാണ് വിശേഷം? വിശേഷത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റമൊന്നുമില്ല. പക്ഷേ അതാണ് എപ്പോഴും കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി 1 മണിക്കൂറിനകം കോള് വന്നില്ലെങ്കിൽ തിരിച്ചു വിളിക്കും. എവിടെയാ, എപ്പോഴാണ് എത്തുന്നത്? ഉച്ചയ്ക്ക് 12:30 എത്തും. 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ചോദിക്കും എപ്പോഴാണ് എത്തുന്നത്. അങ്ങനെ കണക്ട് ചെയ്ത്. ഇപ്പം എങ്ങനെയാന്ന് വെച്ചാല് ജോമോൻ എപ്പോഴാ വരുന്നേ, ജോമോൻ ഇപ്പം വരുവോ, ഇപ്പോഴും ഇവിടെ ഇരുന്നോണ്ടും ചോദിക്കണ്ടിരിക്കുക ജോമോൻ എവിടെ, ഇപ്പം വരും. പിന്നെ ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടി രാവിലെ? അമ്മയും ഞാനും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കാം പിള്ളേരെല്ലാം വരാനായിട്ട്. ഓക്കെ, ഗസ്റ്റുകളൊക്കെ വരുന്ന സമയം കൂടെയാണ് ക്രിസ്മസ് അല്ലേ? പിള്ളേരൊക്കെ കസിൻസ് ഒക്കെ ഒത്തിരി ഉണ്ടോ? മക്കളുടെ അതെ, മക്കളുടെ. അതായത് സിബ്ലിങ്സ് ജോന് 5 പെങ്ങന്മാര്. അപ്പൊ അവരുടെ മക്കള് അവരൊക്കെ പക്ഷെ മിക്കരും കെട്ടി. ഏറ്റവും ഇളയ ആള് മാത്രമേ ഉള്ളൂ സ്മിത, എന്റെ സെയിം ഏജ്. സ്മിതയുടെ പിള്ളേരേ ഉള്ളൂ കെട്ടാത്തത്. എല്ലാരും കെട്ടി പല പല സ്ഥലത്ത്. പക്ഷെ ചേച്ചിമാരൊക്കെ വരും. ക്രിസ്മസ് ദിനത്തില് ക്രിസ്മസ് വിശേഷമാണ്. അപ്പൊ എന്താ ക്രിസ്മസ് വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങാം. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അമ്മയ്ക്കും വലിയൊരു ആവേശമാണ്. എല്ലാരും വരുന്നു. കുട്ടിക്കാലത്ത് ക്രിസ്മസ് എങ്ങനെയായിരുന്നു അമ്മ? രാവിലെ ഇപ്പം സാധാരണ നമ്മൾ കേൾക്കാറുണ്ട്, രാവിലെ നല്ല ചൂട് പാലപ്പവും ഡക്ക് റോസ്റ്റും അങ്ങനെയൊക്കെ തന്നെയായിരുന്നോ? പറയാനുണ്ടോ എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസ് അമ്മയുടെ കുഞ്ഞിലത്തെ ക്രിസ്മസ്? ഭയങ്കര നന്നായിരുന്നു. പള്ളിയിൽ പോവാറുണ്ടായിരുന്നോ? രാവിലെ പോവും. പള്ളിയില്ലാതെ ഒരു കാര്യമില്ല. ഭരണങ്ങാനം പോവും. അമ്മയുടെ സ്വരം 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 ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. സ്വരം അതിന് ശേഷം എങ്കിൽ അങ്ങോട്ട് ഇരിക്കാം. അമ്മ അങ്ങോട്ട് വരുന്നോ? അമ്മ അങ്ങോട്ടേക്ക് വരുന്നോ? വേണ്ട. ഓക്കെ, ശരി. ആഴ്ച കഴിഞ്ഞ് ഇങ്ങോട്ട് വരാം. അമ്മ പത്രം വായിച്ചിരുന്നു. പത്രം വായിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോ ഹാപ്പി ക്രിസ്മസ് അമ്മ. താങ്ക് യു. ഓക്കെ, അപ്പോൾ ക്രിസ്മസ് ആണ്. ക്രിസ്മസ് വിശേഷങ്ങളിലേക്ക് ഞാൻ വരാം. പക്ഷെ അതിനു മുൻപ് എനിക്ക് മാത്രമല്ല, ഈ ജോസ് കെ മാണിയെയും നിഷയും എന്ന് പറയാത്ത ഒരു മലയാളിയില്ല. എല്ലാ മലയാളികൾക്കും ചോദിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും, എങ്ങനെയാണ് രണ്ടുപേരും ഈ സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പക്ഷെ കാണുന്ന നാളെ തൊട്ട് രണ്ടുപേരും ഇങ്ങനെയാ. ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ വലിയ സന്തോഷം. നമുക്ക് കൂടുതൽ അതായത് വരും. അതൊക്കെയാലും നിഷ
ഇങ്ങനെ സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറ്റി ഞാൻ പറയാം, എന്നെപ്പറ്റി നിഷ പറയാം. ഓക്കെ അപ്പൊ ഓക്കെ ആദ്യമേ നിഷയോട് ചോദിച്ചു. ഞാൻ പറയാം. ഇപ്പൊ ജോയുടെ കാര്യമാണെങ്കിൽ ജോയുടെ ഉള്ളില് വിദ്വേഷം അങ്ങനത്തെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആരെങ്കിലോടൊരു ഇത് ഒന്നുമില്ല. ഇല്ല. അപ്പൊ അത്രയും പീസ്ഫുൾ ആയിട്ടാണ് ഉള്ളിരിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് അത് മുഖത്ത് റിഫ്ലക്ട് ചെയ്യുന്നു. അതെ ഇതുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു കാര്യം ഇവിടുന്ന് വരണം. അതെ, അതുപോലെ ചേർത്ത് പോകുന്നില്ല. ഈ പറഞ്ഞത് സത്യമാണ്. കാരണം വെച്ചാൽ നമുക്ക് എപ്പോഴും സോഷ്യൽ മീഡിയയിലും മറ്റേതും ഒക്കെ എപ്പോഴും കാണുമല്ലോ നെഗറ്റീവ്, എപ്പോഴും നമുക്ക് പൊതുപ്രവർത്തന രംഗത്ത്. പക്ഷെ ഈ എന്നോട് പലപ്പോഴും പലരും ചോദിക്കും, ഇതന്നെ ഇങ്ങനെ അവരോട് ഇത്ര സ്നേഹമല്ല, ഇന്നയാളെ എതിരാളിയാണ്. പക്ഷെ ഇതൊന്നും മനസ്സിൽ ഇരിക്കുന്നേ ഇല്ലെന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നൊരു ഗിഫ്റ്റ് ദൈവം തന്നതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആങ്സൈറ്റിയോ ഈ പറഞ്ഞ പോലെ വലിയ ദേഷ്യമോ ഒന്നുമില്ല. എവിടെയാണോ വെച്ച് കാണാം എന്നുള്ള രീതിയിൽ തന്നെ. അതുകൊണ്ട് ഇച്ചിരി കൂളായിട്ടൊക്കെ പോകും. ഈ ടെൻഷൻ വരുമ്പോഴാണല്ലോ ഈ മുഖത്തൊക്കെ അത് റിഫ്ലക്ട് ചെയ്യുന്നത്. അങ്ങനെയില്ല. ഇപ്പൊ പൊളിറ്റിക്സിലാണേലും പല കാര്യങ്ങൾ അത് എങ്ങനെ വരും ഇങ്ങനെ വരും നിർത്തി വെച്ച് കാണാം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ചോദ്യം എന്റെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതിലിപ്പോ ഒന്നും പറയാത്തത്. ഇനി പ്രിയതമയുടെ സൗന്ദര്യ രഹസ്യം പറയൂ. അതുണ്ടോ? അത് ഞാൻ ഇപ്പൊ പറയുകയാണെങ്കിൽ അന്ന് കണ്ട പോലെ, എന്ന് കണ്ട പോലെ, പെണ്ണ് കാണാൻ പോയ കണ്ട പോലെ. പിന്നെ കുറച്ച് അറിയാമല്ലോ, കുറച്ച് മാറ്റങ്ങളൊക്കെ എപ്പോഴും എല്ലാവർക്കും വരുമ്പോൾ എനിക്കും വന്നിട്ടുണ്ട്. പക്ഷെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. എപ്പോഴും ഒരു പോസിറ്റീവ് തിങ്കിങ് ഉണ്ട്. അതാണ് എപ്പോഴും ഒരു മോട്ടിവേറ്ററും കൂടെയാണ്. അതാണ് അതിന്റെ ഒരു രഹസ്യം എന്ന് എനിക്ക് തോന്നുന്നു. ലവ് മാരേജ് ആയിരുന്നോ അതോ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? അങ്ങനെ ചോദിച്ചാൽ ഇത് രണ്ടും ഉണ്ട്. എനിക്ക് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഓഹോ, അപ്പൊ ഇവിടെ നിന്നാണ് പ്രണയം ആദ്യം പൊട്ടി മുളച്ചത്. എങ്ങനെയായിരുന്നു അത് അറിയണ്ടല്ലോ. അത് ഇവിടുന്നാന്ന് പറഞ്ഞു. ആരെ പറഞ്ഞു? അല്ല, അത് പറഞ്ഞില്ല. എന്റേത് അറേഞ്ച്ഡ് മാരേജ് ആണെന്ന്. അപ്പൊ അതർ പാർട്ട് ഓഫ് ഇറ്റ് ഷീ സ്റ്റിൽ ഡസന്റ് നോ. അപ്പൊ എപ്പോഴും അറിയത്തില്ല എന്താന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പൊ ഇനി അത് പുറത്ത് പറയാതിരിക്കാം. ചോദിച്ചിട്ടുണ്ടോ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് ഓരോന്നെ നേരത്തെ കണ്ടിട്ടുണ്ടെന്ന് പലരും പറയും. അപ്പൊ ഞാൻ ചോദിക്കുമ്പോ പറയും, ചിലപ്പോ പറയും കണ്ടിട്ടില്ല എന്ന് പറയും. ചിലപ്പോ അതിങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ വെച്ചാണ് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് ജോ പറയുന്നതായിട്ട്. അതായത് എന്നെ കണ്ടിട്ടുണ്ട്, ഞാനൊരു നേരത്തെ ഒരു സ്ഥലമല്ലല്ലോ, കോട്ടയവും ആലപ്പുഴയും. പാലായും ആലപ്പുഴയും. ഓക്കെ. അപ്പം അടുത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോഴോ പഠിക്കുന്ന സമയത്തോ അങ്ങനെ കാണാനുള്ള വഴിയില്ല. പക്ഷെ വേറെ എങ്ങനെയോ കണ്ടു. വേറെ എങ്ങനെയോ ആരോ കണ്ടു. ഞാനൊരു മിസ് കേരള കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു പണ്ട് കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പോ. അന്ന് ആ മിസ് കേരള കോൺടെസ്റ്റിൽ ജോ വന്നിട്ടുണ്ടെന്ന് പലരും പിന്നീട് കല്യാണം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു ജോ ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ ജോയുടെ ഒരു ക്യാരക്ടർ വെച്ച് ജോ അവിടെ ഇരിക്കുന്നതായിട്ട് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നില്ല. അവിടെ വന്നിങ്ങനെ ഒരു കോമ്പറ്റീഷന് കാണുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോഗ്രാം ഫുൾ ഇങ്ങനെ ഇരിക്കുക അങ്ങനെ. അല്ല, എന്റെ ഒറ്റ ചോദ്യം കോമ്പറ്റീഷൻ കാണാൻ വേണ്ടിയല്ല, അതാ ചോദിച്ചത്. ആളെ കണ്ടു, ആളെ ഓക്കെ. അപ്പൊ എങ്ങനെയാണെങ്കിലും കണ്ടു, ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു, ഇത്രയും വർഷമായി നന്നായിട്ട് സുഖമായിട്ട് ജീവിച്ചു പോകുന്നു. ആ സൗന്ദര്യം അങ്ങനെ കണ്ട് ഇഷ്ടപ്പെടുകയല്ല, എന്നെ പറ്റി ഉള്ള സകല ആൾക്കാരുടെ മുഴുവൻ എടുത്തു. അത് തന്നെ, എന്റെ സകല ആൾക്കാരുടെ അടുത്തും സ്കൂളിൽ പഠിച്ചതും കോളേജിൽ പഠിച്ച ടീച്ചേഴ്സ്, സിസ്റ്റേഴ്സ്, സ്റ്റുഡൻസ്, പിന്നെ വേറെ ഏതെങ്കിലും വകയിൽ അങ്ങനെ എല്ലാം ആലപ്പുഴയിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്തും. അപ്പം ഞങ്ങളുടെ എടകാടി മാത്തുക്കുട്ടി അങ്കിളുണ്ട്, നമ്മുടെ പാർട്ടിയിലെ വലിയ ആളാ. അപ്പം അദ്ദേഹത്തിന്റെ അടുത്തും ചോദിച്ചു. അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള അന്വേഷണങ്ങൾ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടാണ് പെണ്ണ് കാണാൻ എല്ലാത്തിലും സാറ്റിസ്ഫൈഡ് ആയി കല്യാണം കഴിച്ചു. പിന്നെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടോന്ന് മാത്രം ചോദിക്കാനായിട്ട് അവിടം വരെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചെന്നു. അവിടെ ചെന്നു, പിന്നെ കുറച്ച് പൊട്ടത്തരമൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അങ്ങ് പോയി. പക്ഷെ എന്റെ പൊട്ടത്തരങ്ങളാണ് ജോനെ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അതെ, രണ്ടുപേരും സീരിയസ് ആയിരുന്നാലും കുടുംബത്തോട് സൗന്ദര്യമില്ലല്ലോ അല്ലേ? പൊട്ടത്തരങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊട്ടത്തരല്ല, ഒരിക്കലും സമ്മതിക്കാല്ല പൊട്ടത്തരം. അല്ല, വളരെ ഇന്നസെന്റ് ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറയും, അത്രേ ഉള്ളൂ. അത് ആക്ച്വലി അതാ നല്ലത്. അതാണ് ഒരു കുടുംബത്തെ നന്നായിട്ട് കൊണ്ടുപോകുന്നത്. അതെ, അതെ അതെ. നമുക്കിനി ക്രിസ്മസ് വിശേഷത്തിലേക്ക് വന്നാല് സാർ ഇപ്പൊ എങ്ങനെയായിരുന്നു കുട്ടിക്കാലത്തെ, അതായത് മാണി സാർ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ക്രിസ്മസ്? നമ്മളിപ്പോ നോർമലി ഓണം ഒക്കെ വരുമ്പോൾ പറയും അതൊക്കെ അങ്ങ് പണ്ടത്തെ ഓണം, ഇപ്പോഴത്തെ ഓണമൊന്നും അല്ല, പണ്ടത്തെ ഓണമാണ് ഓണം. അതേപോലെ ഞാൻ ചോദിക്കുകയാണ്, ക്രിസ്മസ് ഇപ്പൊ പണ്ടത്തെ ക്രിസ്മസും ഇപ്പോഴത്തെ ക്രിസ്മസും ഒരു മെയിൻ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടോ? അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? പണ്ടത്തെ ക്രിസ്മസ് ഇപ്പോഴത്തെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഇത്
ഗെറ്റ് ടുഗദർ ഇപ്പൊ പലപ്പോഴും എല്ലാവരും നമ്മുടെ ഫാമിലിയിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ടായിരുന്ന കുട്ടികൾ അപ്പുറത്തായി പഠിക്കാൻ പോകുന്നു, അങ്ങനെയുള്ള ആ കൂട്ടായ്മ ഒത്തിരി ഒക്കെ ആൾക്കൂട്ടം കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ പണ്ടത്തെ ക്രിസ്മസിന് നമ്മൾ ഈ പറഞ്ഞ കുറച്ചുകൂടെ നാച്ചുറാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ട്രീ എടുക്കുകയാണെങ്കിൽ അത് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടും. അപ്പൊ പണ്ടാണെങ്കിൽ അതിന്റെ മരം വെട്ടാൻ പോകും, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ കോണിഫറസ് ആയിട്ടുള്ള ഏതെങ്കിലും മരമുണ്ടോ ബ്രാഞ്ച് ഉണ്ടോ അത് വെട്ടാൻ പോകും, പൂ പറിക്കാൻ പോകും, ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ പോകും, ഇങ്ങനത്തെ ഡെക്കറേഷൻസ് ഒക്കെ നമ്മൾ തന്നെ ഇടും. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്യുന്ന കല്യാണം കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് ആദ്യമേ ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അന്നേരം എനിക്ക് നിഷയുടെ വലിയൊരു സഹകരണം ഇല്ലായിരുന്നു. ഇപ്പോൾ എന്നാ ചോദിച്ചാൽ കൃത്യമായി എനിക്കറിയത്തില്ല, അതായത് ഓരോ ഏജിൻ്റെ ആണോ എന്നറിയത്തില്ല. ഇപ്പം നമ്മുടെ സീറ്റ് കവറ് മറ്റേതോ മറിച്ചത് ഇവിടെ വരുന്നു, എല്ലാം വരുന്നു, ഇവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട്, പുറത്തെല്ലാം നിഷ അങ്ങ് റെഡി ആയിട്ട് വെക്കും. നമ്മൾ ഇരുന്നാൽ മതി. ഞാൻ പറയാം, തല ഇരിക്കുമ്പം വാലാടരുതെന്ന് പറയും. അപ്പം ഞാൻ കല്യാണം കഴിച്ചാൽ വന്ന വീടാണ്. അപ്പം ഇവിടെ അമ്മയാണ് എല്ലാം ചെയ്യുന്നതും ഒക്കെ. ഞാൻ അവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. അപ്പം അമ്മയുടെ കൂടുതലും എല്ലാരെയും ഇരുത്തി കഴിപ്പിക്കുക, അതാണ് അമ്മയുടെ ഒരു ടാലന്റ്. അപ്പം ഞാൻ അത് കണ്ട് പഠിച്ച് അമ്മയ്ക്ക് ഡെക്കറേഷനിലും കൂടുതലും എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്നിരുത്താം. അപ്പം എനിക്കിപ്പോൾ എന്നാന്ന് വെച്ചാൽ നല്ലൊരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഡെക്കറേഷൻ പയ്യെ അങ്ങ് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ പയ്യെ ഡെക്കറേഷനും ചെയ്യാൻ തുടങ്ങി. കഴിപ്പിക്കുന്ന കാര്യവും കൂടെ ഞാൻ ഏറ്റെടുത്തു. അപ്പം ഇപ്പം ഞങ്ങളുടെ വീട്ടിലെങ്ങനെയാന്ന് വെച്ചാൽ മക്കളെ ഇപ്പം കെട്ടിച്ച് 2 പെൺപിള്ളേരുണ്ട്, മോനും ഉണ്ട്. അപ്പം അവരുടെ ഇൻലോസും എല്ലാവരെയും ഞങ്ങൾ ഇവിടെ ലഞ്ചിന് വിളിക്കും, ക്രിസ്മസ് ലഞ്ചിന്. ഡിന്നർ ഞങ്ങൾ മാത്രം, അല്ലെങ്കിൽ നേരെ തിരിച്ച് ലഞ്ച് ഞങ്ങൾ മാത്രം, ഡിന്നർ എല്ലാവരും അവരെല്ലാവരെയും കൂടെ വിളിച്ച് ആ രീതിയിലാണ് ചെയ്യുന്നത്. മാണി സാർ ഉണ്ടായിരുന്ന സമയത്ത് ക്രിസ്മസ് എങ്ങനെയായിരുന്നു? കാരണം ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തകനാണല്ലോ. അപ്പൊ ക്രിസ്മസിനൊക്കെ വരാറുണ്ടായിരുന്നു വീട്ടില്? അല്ലല്ല, പൂർണ്ണമായിട്ടുണ്ട്. എല്ലാ ക്രിസ്മസിനും അത് ഫാമിലിയോടൊപ്പമാണ്. മുഴുവൻ ആൾക്കാരെ എന്ന് പറഞ്ഞാൽ സിസ്റ്റേഴ്സിനെയും മക്കളെയും എല്ലാം ഒരുമിച്ച് വിളിച്ച് ഇരുത്തി കുറെ വാചകമൊക്കെ അടിച്ച്, പിന്നെ രാഷ്ട്രീയക്കാരനാണോ തോന്നില്ല, കാരണം അതുപോലെ ഉള്ള ഇതുണ്ടല്ലോ. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ പൊളിറ്റിക്സ് ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ കംപ്ലീറ്റ് വീട്ടുകാര്യങ്ങൾ, നാട്ടുകാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ, അത് ഈ പറഞ്ഞ ഞങ്ങളൊക്കെ ഓരോ മരക്കൊമ്പ കയറി താഴെ വീണത്, അങ്ങനെ സ്കൂളിൽ പോകുന്ന കാര്യങ്ങൾ. അപ്പം അത് ഒരു ജോവിയലായിട്ട് 1 മിനിറ്റും കൊണ്ട് നമ്മുടെ അന്തരീക്ഷം മാറുകയാണ്, മനസ്സിലല്ലേ? വീട്ടുകാര്യങ്ങളിലേക്ക് അത് മിസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും. മാം ഇവിടെ കല്യാണം കഴിച്ച് വരുന്ന സമയത്ത് അപ്പം അറിയുന്നില്ലല്ലോ, അപ്പം മാണി സാറ് ആ സമയത്തെ കേരള രാഷ്ട്രീയത്തിലെ ഒരു അധികായനായ രാഷ്ട്രീയ നേതാവാണ്. അപ്പൊ ആ വീട്ടിലേക്കാണ് വരുന്നത്. പിന്നെ അദ്ദേഹമായിട്ട് വീട്ടിൽ വരുമ്പോൾ എങ്ങനെയായിരുന്നു? ഒരു ഫാദർ ഇൻ ലോ ആയിട്ട് എങ്ങനെയായിരുന്നു? ഒന്ന് അച്ചാച്ചൻ ഒരു മിനിസ്റ്റർ ആയിരുന്നു ഞാൻ കല്യാണം കഴിച്ചു വന്നപ്പോൾ. പക്ഷെ എനിക്ക് അതൊന്നും ഇറ്റ് ഡിഡ്ന്റ് മാറ്റർ. എനിക്ക് അച്ചാച്ചൻ്റെ ഒരു വ്യക്തിത്വം അങ്ങനെയാണ്. അച്ചാച്ചനെ ഞാൻ ഈ കല്യാണം കഴിച്ച് ഈ വീട്ടിൽ ജോനെ ഞാൻ ജോന്നാണ് വിളിക്കുന്നത്, ജോനെ കല്യാണം കഴിച്ച് വരുമ്പം അച്ചാച്ചൻ എൻ്റെ ഫാദർ ഇൻ ലോ ആയിരിക്കാം. പക്ഷെ എനിക്ക് അച്ചാച്ചനായിട്ടുള്ള ബന്ധം എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്നുള്ള രീതിയിൽ അങ്ങനെയായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ എനിക്ക് ഗ്രാൻഡ് ഫാദർ ആയിട്ട് ഭയങ്കര ക്ലോസാണ്. ഇപ്പൊ കല്യാണം എല്ലാ ദിവസവും രാത്രി പോയി അപ്പാപ്പൻ്റെ കൂടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് ഇങ്ങനെ കുറെ വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കല്യാണത്തിന് ശേഷം എനിക്ക് അപ്പാപ്പനില്ലെങ്കിൽ എനിക്ക് അപ്പാപ്പന് തുല്യ അച്ചാച്ചനായിരുന്നു. അപ്പൊ അതേ കോൺവെർസേഷൻസ് ആയിരുന്നു അച്ചാച്ചനായിട്ട്. ആൻഡ് ആക്ച്വലി അച്ചാച്ചന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേൾക്കാൻ. കാരണം വളരെ ഇന്നസെന്റ് ആയിട്ട് കുറെ പൊട്ടത്തരങ്ങൾ. കാരണം അച്ചാച്ചൻ പുറത്ത് പോയി ഫേസ് ചെയ്യുന്നതും കാണുന്നതൊക്കെ ഭയങ്കര ടഫും സീരിയസും. അപ്പൊ അങ്ങനെ വരുമ്പം എൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോഴത്തേക്കും ഒരു രസമല്ലേ. ഞാൻ ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആണായിരുന്നു പിള്ളേരുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എന്നെ പുഷ്പാന്ന് വിളിച്ചെന്നെ. അല്ല അച്ചാച്ചന് ഭയങ്കര വി യൂസ്ഡ് ടു ഹാവ് വെരി ഗുഡ് ഓപ്പൺ കോൺവെർസേഷൻ. അത് ശരിയാണ്. എസ്പെഷ്യലി രണ്ടുപേരും മാത്രം, ഒത്തിരി ആളില്ലാത്ത സമയത്ത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയും. പിന്നെ അച്ചാച്ചൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ അച്ഛൻ അഡാപ്റ്റീവാണ്. പിള്ളേരാണ് പിള്ളേരുടെ കൂടെ, ഇച്ചിരി മിഡിൽ ഏജിലാണെങ്കിൽ അവരുടെ കൂടെ, സീനിയേഴ്സ് ആണെങ്കിൽ അവരുടെ കൂടെ. അപ്പോൾ ഏത് ലെവലിലും
അഡാപ്റ്റ് ചെയ്യും. അത് പെട്ടെന്ന് നമ്മൾ അറിയാതെ തന്നെ അങ്ങ് ആയിപ്പോയി. അതാണ് അതിനകത്ത്. ഈ മാണി സാറിന്റെ ശബ്ദം നല്ല കനമുള്ള ശബ്ദമാണ്. അപ്പൊ മാണി സാർ എവിടെ ഇരുന്ന് പറഞ്ഞാലും ഇപ്പൊ മൈക്ക് ഇല്ലെങ്കിൽ നമുക്കൊക്കെ കേൾക്കാൻ പറ്റും. ഇപ്പൊ വീട്ടിലും അങ്ങനെ തന്നെയായിരുന്നു, എല്ലാവർക്കും എവിടെ നിന്ന് പറഞ്ഞാലും കേൾക്കാം. വീട്ടില് ഞങ്ങള് പ്രത്യേകിച്ചും ടെസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. ഏറ്റവും കൂടുതൽ അച്ചാച്ചനെ ഇങ്ങനെ ജോയുടെ മൂന്നാമത്തെ സിസ്റ്റർ ഏറ്റവും കൂടുതൽ ഇങ്ങനെ അച്ചാച്ചനടുത്ത് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ വലിയ ടൈലർ ട്യൂഷൻ ക്ലാസ് പോലെയൊക്കെ അച്ചാച്ചനടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കും ചേച്ചിയൊക്കെ. ഞാൻ അങ്ങനത്തെ വർത്താനമല്ല, എൻ്റെത് വേറെ രീതിയിലുള്ള ചുമ്മാ ഉള്ള പൊട്ട വർത്താനം ഇങ്ങനത്തെ ഭയങ്കര കാഷ്വൽ ആയിട്ടുള്ള അങ്ങനെ. അപ്പം ചേച്ചിമാരും എല്ലാവരും അപ്പം ജോവും കാണും അവിടെ. ജോവും അവിടെ ഇരുന്നുണ്ട് അച്ചാച്ച ഇങ്ങനെയാ അങ്ങനെ ഇങ്ങനെ എന്തിനാ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ഒക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും അച്ചാച്ചൻ പറയും ഐ എം ദ റോറിംഗ് ലൈൻ ഓഫ് ദി അസംബ്ലി. ഇവിടെ വീട്ടിൽ വരുമ്പോഴത്തേക്കിനും നിങ്ങൾ കാണുന്നില്ല റോറിംഗ് ലൈൻ ഓഫ് ദി അസംബ്ലി. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരു റോറിംഗ് ലൈൻ ഒന്നും ആയിട്ട് തോന്നാറില്ല. അച്ചാച്ചൻ ഇങ്ങനെ അങ്ങ് കൂടുവേ. ശരിക്കും പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ ഫീൽ ആയിരുന്നു. അച്ചാച്ചൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എൻ്റെ അപ്പാപ്പൻ്റെ കൂടെ വർത്താനം പറയുന്ന പോലെയായിരുന്നു. പക്ഷേ അച്ചാച്ചൻ മരിച്ചതിന് ശേഷം നമ്മൾ മീറ്റ് ചെയ്യുന്ന ഓരോരുത്തരും ഇല്ലേ, അവർ പറയും അവർക്ക് ഭയങ്കര സ്പെഷ്യലാണ് അച്ചാച്ചൻ. സോ ഹി മേക്സ് അസ് ഫീൽ സോ സ്പെഷ്യൽ. ആരാ അച്ചാച്ചൻ്റെ മുമ്പിൽ വരുന്നത് അവരെ ആ സമയത്ത് അച്ചാച്ചൻ്റെ ലോകം അവരായിരിക്കും. ആ രീതിയിലാണ്. സോറി. അപ്പം എനിക്കും അപ്പം ക്രിസ്മസ് വിശേഷം നമ്മളിപ്പം സാറിനെ വെച്ചാണെങ്കിൽ കുഞ്ഞിലേ തൊട്ട് അച്ഛൻ ജനിച്ച കാലം തൊട്ട് അച്ഛൻ പൊളിറ്റീഷ്യനാണ്. അപ്പൊ അതൊക്കെ കണ്ട് 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 അപ്പം ഈ ആളും ബഹളവും അതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ? ഭയങ്കര നിങ്ങൾക്ക് തന്നെ രാവിലെ വന്ന് നോക്കണ്ടല്ലോ, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. അപ്പോൾ അതിനൊരു ഭാഗമാണ്. പിന്നെ നമുക്ക് ആ ചുരുങ്ങിയ സമയം മാക്സിമം ആൾക്കാരുമായിട്ട് അറ്റൻഡ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. പക്ഷെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിലുണ്ട്. കാരണം നമുക്കൊന്ന് എക്സ്ക്ലൂസീവായിട്ടൊന്ന് മാറിയിരുന്ന് കുടുംബത്തിനോടൊപ്പം ഇരുന്ന് സംസാരിച്ച് ഭക്ഷണം കഴിച്ച് ഒക്കെ പോകണമെന്നുണ്ട്. എന്നാലും ചെറിയ ബഹളങ്ങളൊക്കെ ഈ പറയുന്ന പോലെ ഡിസ്റ്റർബൻസ് ഒക്കെ വരും. നമ്മുടെ കാര്യത്തിൽ അത്യാവശ്യം ചിലപ്പോൾ മരണം വന്നിരിക്കും, ചിലപ്പോൾ ആൾക്കാർ വന്നിരിക്കും. ഫുൾ ടൈം 24/7 കംപ്ലീറ്റ്ലി ഒരു ഫാമിലി ലൈഫിനപ്പുറം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജീവിതമാണല്ലോ, അർപ്പിച്ചൊരു ജീവിതമാണല്ലോ. അപ്പൊ അത് എപ്പോഴെങ്കിലും പിന്നെ ഇപ്പൊ മാമിനെ സംബന്ധിച്ച് രണ്ടുപേരും ഏറെക്കുറെ ഒരേ ഫീൽഡിലാണ്, രണ്ടുപേരും ഈ സോഷ്യൽ പ്രവർത്തനങ്ങളൊക്കെയും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത് അതൊരു എന്താണ് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം ഒന്ന് വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടീവ് ആവും. അതായത് സോഷ്യൽ വർക്കുണ്ട്, ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അൾട്ടിമേറ്റ്ലി താഴോട്ട് നോക്കുമ്പോൾ രണ്ടും സെയിമാണ്. അതൊരു പൊളിറ്റിക്കൽ സെയിം എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നു, ഒന്ന് ഫ്രീ ഡാൻസ് ആയിട്ട് പൊതുപ്രവർത്തനം ആയിട്ട് നിൽക്കുന്നു. അതിനകത്ത് പൊളിറ്റിക്സ് ഇങ്ങോട്ട് അല്ല. ഒത്തിരി ഹെൽപ്പ് ചെയ്യും ജോ, പൊളിറ്റിക്സിലുള്ളത് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. കാരണം പല കാര്യങ്ങളും എനിക്ക് കിട്ടുന്നത് ചിലപ്പോൾ എനിക്ക് മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് വരുമ്പോൾ ജോൻ്റെ അടുത്ത് പറയും, ജോ അത് ഇത് ജോ പിന്നെ ഏറ്റെടുത്ത് അത് അങ്ങ് പോകും. ചില ടെക്നിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കാണും, അതൊക്കെ ജോനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അപ്പം അത് യു കാൻ സേ ഇറ്റ്സ് ദ സെയിം. ക്രിസ്മസിൽ നമ്മൾ പ്രധാനമായിട്ടും വിശേഷം എന്ന് വെച്ചാൽ ആദ്യം ക്രിസ്മസ് എന്ന് വെച്ചാൽ മനസ്സിൽ വരുന്നത് കേക്ക്, വൈന്, പിന്നെ മറ്റ് ഭക്ഷണ കാര്യങ്ങളൊക്കെയാണ് ആദ്യം മനസ്സിൽ വരാ ഞങ്ങൾക്കൊക്കെ. അപ്പം എങ്ങനെയാണ് ഒരു കുക്കിംഗ് ഏരിയയിലൊക്കെ എങ്ങനെയാണ് രണ്ടുപേരുടെ പെർഫോമൻസ് എങ്ങനെയാണ്? എന്റെ മകൻ കുക്ക് എക്സ്പേർട്ടാണ് കുക്കിംഗ്. പക്ഷെ ഞാൻ നല്ല ക്രിട്ടിക്കാണ്. അത് വെച്ചാൽ അതിനകത്ത് അല്പം ഉപ്പുണ്ടായാലും കുറവുണ്ടായാലും അതെന്താണെന്നുള്ള കൃത്യം പറയും. അതുകൊണ്ട് എന്നോടൊന്നും ചോദിക്കാറില്ല, പറയാറില്ല. അല്ല, ചോദിക്കേണ്ട കാര്യം നമ്മൾ ആ മേശപ്പുറത്ത് വെക്കുമ്പോഴേ കഴിക്കുമ്പോഴേ പറയും ഇതിന് ഇച്ചിരിയും കൂടെ അത് വേണമായിരുന്നു, ഇതിന് ഇച്ചിരിയും കൂടെ ഇത് വേണമായിരുന്നു. എല്ലാത്തിനും പറയത്തില്ല കേട്ടോ, ചിലതൊക്കെ അങ്ങനെയില്ല. ഞാൻ ഓൾവേസ് എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് നാട്ടിലുള്ളതെല്ലാം ഇഷ്ടമാണ്. കപ്പയും ചേനയും, ഇന്നലെയും കപ്പയായിരുന്നു, എല്ലാം കഴിക്കും. പക്ഷെ നമ്മൾ ക്രിസ്മസ് എന്നുള്ളതല്ല, പക്ഷെ എവിടെ ചെന്നാലും ഇപ്പൊ പുറത്ത് എവിടെ ചെന്നാലും അവരുടെ ഭക്ഷണം കഴിക്കണമെന്നുള്ളതാണ്. പോയി അവിടുത്തെ സ്പെഷ്യൽ കഴിക്കും. നമ്മൾ പുറത്ത് വിദേശത്ത് പോകുന്ന അവിടുത്തെ ഭക്ഷണം കഴിക്കും. പലപ്പോഴും പല ആൾക്കാരൊക്കെ എന്നാന്ന് ചോദിച്ചാൽ പുറത്ത് പോകുമ്പോൾ നാട്ടിലെ ഭക്ഷണം അന്വേഷിച്ച് നടക്കും. ഞാൻ ഒരിക്കലും അങ്ങനെ നടക്കാറില്ല. നമ്മൾ അവിടെ പോകുമ്പോൾ അവരുടെ ഭക്ഷണം കഴിക്കുക, അവിടെ പോകുമ്പോൾ പറ്റുമെങ്കിൽ അവരുടെ ഡ്രസ്സ് കൂടി എടുക്കുക, അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ആ രീതിയിലൊരു ടേസ്റ്റ്. എന്നാലും ഞാൻ അമിതമായി എടുത്തങ്ങ് കഴിക്കത്തില്ല, എല്ലാ ഇച്ചിരി ടേസ്റ്റ് ചെയ്തങ്ങ്
പോകും. ഓക്കെ. അതിന് ഡയറ്റ് പിന്നെ ഒക്കെ ഉണ്ടോ? ഒരു ഡയറ്റ് പ്ലാൻ ഒക്കെ ഉണ്ടോ? ഡയറ്റ് ഒന്നുമില്ല, ഒരു ഡയറ്റും ഇല്ല. കണ്ടാത്തൊന്നും ഡയറ്റാണ്, ഒരു ഡയറ്റും ഇല്ല. അതിന് ഒന്നാമത് ലൈക്ക് അങ്ങനെ ചിന്തിക്കാൻ ടൈമില്ല. എന്താ ഉള്ള കഴിക്കുക. പിന്നെ ഈ റിലാക്സ് ചെയ്ത് ഉപ്പും പുളിയും നോക്കുന്നത് രാത്രിയിലാണ്. അത് ഒന്നാമത് ഫുഡ് എല്ലാം നല്ല തണുത്ത് മരച്ചിരിക്കുമ്പോഴായിരിക്കും കഴിക്കാൻ വരുന്നത്. നമ്മൾ എത്ര ചൂടാക്കിയാലും ആദ്യം ഉണ്ടാക്കുന്നതിന്റെ ഇതില്ല. അതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞുള്ള സത്യം പറയും, ഇപ്പൊ ഞാൻ കുക്കിംഗ് നിർത്തി. മാക്സിമം ഞാൻ സാലഡ് മാത്രമേ ഞാൻ ചെയ്തു. സാലഡ് എന്തെങ്കിലും ഉണ്ടാക്കും. മറ്റേ ഞാൻ നേരത്തെ ഇങ്ങനെ ജോൻ ഇങ്ങനെ എണ്ണ കുറച്ച് അങ്ങനെയൊക്കെ ഇഷ്ടം. അപ്പൊ ബേക്ക് ചെയ്ത് കോഴിയാണെങ്കിലും ഒക്കെ ബേക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു. പക്ഷെ അത് നിർത്തി. കാരണം ഒത്തിരി താമസിച്ചാ വരുന്ന ഇതിനൊക്കെ ഒരു രുചിയും കാണില്ല. അതല്ല കാര്യം, എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, അതുകൊണ്ട് ഞാൻ പറയുന്നത്. അങ്ങനെ പറയരുത് ജോ. അതുകൊണ്ടാണ് ഞാൻ കാരണം ഞാൻ എന്തേലും നല്ലൊരു സാധനം, വ്യത്യസ്തമായ ഒരു സാധനം ഉണ്ടാവും. സാലഡാണെങ്കിലും എന്തായാലും ഒരു ചപ്പാത്തി. അത് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകരോട് ഒരു വ്യത്യസ്തമായ സാധനം ഞങ്ങൾ ഇവിടെ വന്നപ്പോഴും കഴിക്കാൻ തന്നായിരുന്നു. ഒരു ചുരുട്ടല്ല ഞാൻ ചോദിച്ചത്. അത് ഇവിടുത്തെ കോട്ടയംകാരുടെ ഒരു സ്പെഷ്യാലിറ്റിയാ. അത് അമ്മയുടെ വീട്ടിൽ നിന്ന് പൊൻകുന്നത്തുനിന്ന് അമ്മയുടെ ബ്രദർ ബാബുച്ചായന് എല്ലാ മാസവും ചുരുട്ട് കൊണ്ടുവരും. ചുരുട്ടെന്ന് പറയുമ്പോ ചിലപ്പോ പുറത്തുള്ളവർ ഓർക്കും നമ്മൾ ഒരു ട്രയാങ്കിൾ അരിയുണ്ടയുടെ സെയിം സാധനം. അല്ല, എല്ലാവർക്കും ഇപ്പൊ ചുരുട്ടും അവലോസുണ്ടൊക്കെ അറിയാം, പെട്ടെന്ന് ചുരുട്ടും. അവലോസുണ്ടയുടെ അതേ ഫില്ലിംഗ് അല്ലേ? പക്ഷേ ഈ പൊൻകുന്നത്ത് ഉണ്ടാക്കുന്ന ചുരുട്ടിന് ഭയങ്കര സ്പെഷ്യലാണ്. ഈ ക്രിസ്മസ് സെഷന്റെ കൂട്ടത്തിലെ ഇപ്പം കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഈ KM മാണി സാറ് ഒന്ന് ചെറുതായിട്ടൊന്ന് മുഷിഞ്ഞാൽ തന്നെ അപ്പോഴേ കുളിച്ച് ഡ്രസ്സ് മാറ്റുന്ന ആളാ. കേട്ടിട്ടുള്ള കേട്ടോ, ഒരു ദിവസം ഒരു 3 നേരമെങ്കിലും അദ്ദേഹം കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയാണോ? അങ്ങനെ തന്നെ ആയിരുന്നോ? അല്ല, അത് കറക്റ്റാണ്. അതിനകത്ത് വേറെ പലപ്പോഴും ചോദിക്കും, ഇങ്ങനെ ഇന്റർവ്യൂ ഇങ്ങനെ മാറുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ 3 പ്രാവശ്യം കുളിക്കുമല്ലോ എന്ന് പറയും. അപ്പം പറയും, ഇത്രയേ ഉള്ളൂ, നമ്മളൊന്ന് ഫ്രഷായിട്ട് ഒരാൾ ഒരു വിഷമം ആണെങ്കിൽ പോലും ഒരാൾ പറയാൻ പോകുന്നുണ്ട്, ഫ്രഷായിട്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി അത് നമ്മൾ കൊടുക്കും, അവർക്കും കൊടുക്കും, നമുക്കും കിട്ടും. അതല്ലാതെ നമ്മൾ വളരെ ക്ഷീണിച്ച് വിഷമിച്ച് ഇങ്ങനെ ചെന്ന് ആണല്ലേ പക്ഷെ ആ ഒരു എപ്പോൾ കണ്ടാലും നമുക്ക് ഈ വരുന്നയാളിനും നമുക്കും ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നത് എപ്പോഴും നമ്മൾ വളരെ ഫ്രഷായിട്ടുള്ള ഡ്രസ്സ് എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ വളരെ ഫ്രഷായിട്ടിരിക്കുന്നു എന്നുള്ളത് അത് ഒരു വലിയ കാര്യമാണ്. അത് എനിക്ക് തോന്നുന്നു ഒത്തിരി പേര് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പം സാറ് വല്ല ട്രാവലിനൊക്കെ പോകുമല്ലോ, ഇപ്പൊ മിക്കപ്പോഴും ട്രാവലിംഗ് ഒക്കെ ആയിരിക്കുമല്ലോ, അപ്പൊ എത്ര ജുബ്ബ കൊണ്ടുപോകും? ജുബ ഒരു പെട്ടിക്കകത്ത് കൊണ്ടുപോകും. ജോനുണ്ട് കേട്ടോ. രാവിലെ ഇറങ്ങുമ്പോഴേ ഒരു പെട്ടിയായിട്ടാ ഇറങ്ങുന്നത്. കണ്ണത്തൊന്നും ഏതോ വലിയ യാത്രക്ക് പോകാൻ ഞാൻ ചില അത്യാവശ്യം എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ അന്ന് വരാൻ പറ്റിയില്ല, വേറെ സ്ഥലത്തേക്ക് പോകണം, അങ്ങനെ പോകണമെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഈ രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ ഇന്ന് പെട്ടെന്ന് ചിലപ്പോൾ തൃശ്ശൂർക്ക് പോകണം, അല്ലെങ്കിൽ കോഴിക്കോട്ട് പോകണം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വരുമ്പോൾ പിന്നെ തിരിച്ചു വന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകാൻ. അപ്പം ടൈം മാനേജ് ചെയ്യണം. അപ്പോൾ ഒന്ന് സേഫ്റ്റിക്ക് വേണ്ടി എല്ലാ ദിവസവും അല്ല, ലോങ് ഡിസ്റ്റൻസ് പോകുമ്പോൾ നമ്മൾ ഒരു പെട്ടിയൊക്കെ ഉണ്ട്. പിന്നെ കഴിയുന്നിടത്തോളം വൃത്തിയായിട്ട് നടക്കാൻ ശ്രമിക്കും. ഈ ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞിലേ മുതലേ രാഷ്ട്രീയം കണ്ടു വളർന്നതാണ്. അപ്പം എനിക്കൊന്ന് രാഷ്ട്രീയക്കാരനാകണം അപ്പ എന്ന് പറഞ്ഞ ഒരു മൊമെന്റ് അത് ഏതായിരുന്നു? അപ്പൊ എന്തായിരുന്നു? അങ്ങനെ രാഷ്ട്രീയക്കാരനാകണമെന്ന് ഞാൻ ഒരിക്കലും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല, എന്നോട് ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ചിന്ത എന്നാ നമ്മൾ ഫോഴ്സ് ചെയ്ത് ആക്കരുത് എന്നുള്ളൊരു ചിന്ത എനിക്ക് തോന്നുന്നു അച്ചാച്ചൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഞാൻ പലപ്പോഴും പൊളിറ്റീഷ്യനെ പറ്റി നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഞാനിങ്ങനെ ആൾക്കാർ വന്നിരിക്കുമ്പോൾ പോലും ചില പേഴ്സണലായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ എന്നെ കണ്ടുകൊണ്ട് കാണിക്കുന്നു, പറഞ്ഞാൽ യു ഗോ ഇൻസൈഡ്, അകത്തേക്ക് പൊക്കൂ എന്ന് അതാണ് ഞാൻ മനസ്സിലായത്. ചിലപ്പോൾ ഉദ്യോഗസ്ഥർ വരുമ്പോൾ ഒരു കാരണവശാലും, ഞാനിപ്പോൾ ചെറുപ്പത്തിൽ ചിലപ്പോൾ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലാണെങ്കിൽ പോലും അപ്പൊ ആ ഒരു പ്രോട്ടോക്കോള് നോക്കുമായിരുന്നു. പിന്നെ അത് വന്നത് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് എൻ്റെ ഒരു ജോലിയിലിരുന്നപ്പോൾ പലപ്പോഴും പല ആളുകൾ പറഞ്ഞു അതിങ്ങനെയാണ്, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും പൊതുപ്രവർത്തനം നടത്താനും പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു ഇംഗ്ലീഷ്. പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല, കണ്ട് വളർന്നതാണല്ലോ. വീട്ടിൽ എപ്പോഴും കാണുന്നതും ഡീൽ ചെയ്യുന്നതും അങ്ങനെയൊക്കെ. ഓക്കെ, ഈ പഠന സമയത്തൊക്കെ ഇപ്പം അച്ഛൻ കേരള രാഷ്ട്രീയത്തിലെ അന്ന് മന്ത്രിയാണ്, മാത്രല്ല ഒരു ശബ്ദമുള്ള നേതാവാണ്, നിർണായക ശബ്ദമുള്ള ഒരു നേതാവാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും കൂട്ടുകാരൊക്കെ എങ്ങനെയായിരുന്നു? അങ്ങനത്തെ ഒരു കൂട്ടുകാരെപ്പോഴും പ്രത്യേകിച്ച് അവർ വലിയൊരു സംഭവമായിട്ടാണല്ലോ
പക്ഷെ ഞാൻ സാധാരണ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ കുറച്ച് നാൾ ഏർക്കാട് സ്കൂളിലുണ്ടായിരുന്നു. ഞാൻ ട്രെയിനിലാണ് പോകും. ഞാൻ പോകുന്ന ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറിയിരുന്നാ പോകും. അവർ സർപ്രൈസിങ്, നീ ജനറൽ കമ്പാർട്ട്മെന്റിലാണ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ റിസർവേഷൻ വെച്ചാൽ അവിടെ ഇടയ്ക്ക് സ്ഥലത്ത് ഇറങ്ങണ്ട, ഒന്ന് റിസർവേഷൻ കിട്ടാനും പ്രയാസം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ബസ്സൊക്കെ കയറി വരും. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്തും ഇന്നയാളാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും കാര്യം സാധിക്കാനും പോയിട്ടില്ല. അപ്പോൾ ടിക്കറ്റ് ആയാലും സിനിമാ തിയേറ്ററിൽ പോകുമ്പോഴേ ടിക്കറ്റ് എടുക്കാതെ ഇവിടെയാണെങ്കിലും അപ്പുറത്താണേലും, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നിടത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും, ഒരിക്കലും പറയത്തില്ല. അപ്പോൾ കൂടെയുള്ള ഇത് പറഞ്ഞിട്ട് അങ്ങനെ, അല്ലെങ്കിൽ ചിലപ്പോൾ സിനിമ കാണാൻ പോകുമെന്ന് പറഞ്ഞ് ഒരിക്കലും ഇല്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒരു ഈ പറഞ്ഞ ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരിക്കലും ഞാൻ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുത്തിട്ടില്ല. അത് എൻ്റെ മക്കളും ആരും എടുത്തിട്ടില്ല, നിഷ എടുത്തിട്ടില്ല, ഞാനും അങ്ങനെ ഇപ്പോഴും ആണെങ്കിലും യൂസ് ചെയ്തിട്ടില്ല. സിനിമയ്ക്ക് പോകാനായിട്ട് എടുക്കാറുണ്ട്. അത് ഞാൻ അറിയാതെ എടുക്കുന്നത്. ഭയങ്കര സിനിമ പ്രാന്ത. ഓക്കെ, സിനിമ വിശേഷങ്ങൾ എങ്ങനെയാണ്? സിനിമ ഒരുമിച്ച് സിനിമ കാണാൻ പോകാറുണ്ടോ? സമയം കിട്ടാറുണ്ടോ? എന്നെ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഞങ്ങള് ഏതായിരുന്നു, ഉസ്താദ് ഹോട്ടൽ കാണാൻ പോയതാ. എന്റെ അടുത്ത് പറഞ്ഞു പോയിക്കോ, ഞാൻ എന്റെ അടുത്ത് നമുക്ക് ഒരുമിച്ച് വന്ന് ടിക്കറ്റ് ഒക്കെ അല്ല കോട്ടയത്തായിരുന്നപ്പോഴായിരുന്നു, ലോക്സഭയിലായിരുന്നപ്പോഴാണ്. അപ്പൊ ഞാൻ പോയി അവിടെ ടിക്കറ്റ് എല്ലാം മേടിച്ച് ഞാൻ ഇരിക്കുക, ജോന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാം. ഞാൻ ഇപ്പം വരും എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം വരും എന്ന് പറഞ്ഞാൽ, പക്ഷെ സിനിമ ഭയങ്കര നല്ല സിനിമ ആയിരുന്നുണ്ട്. ഇന്റർവ്യൂവിൽ വരെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അയ്യോ ജോ വന്നില്ലല്ലോ, ഞാൻ വിളിക്കുന്നു, ഇല്ല ഞാൻ പോന്നിട്ടുണ്ട്, എവിടെയാ വൈക്കത്തുനിന്ന് പോന്നിട്ടുണ്ട്. സിനിമയുടെ അവസാനമായപ്പോ കേറി വന്നു. അവസാനത്തെ സിനിമ ഏതാ? ഒന്നിച്ച് കണ്ട അവസാനത്തെ സിനിമ ഇല്ല, അത് ഒരു സിനിമയ്ക്കകത്ത് ജോസ് കെ മാണി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആരോ എന്നോട് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ശരി എന്നാ പിന്നെ നമുക്ക് കാണാമോ, നല്ലതാണോ മോശമാണോ എന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ പ്രിൻസ് ആൻഡ് ഫാമിലി, അപ്പൊ ആദ്യത്തെ ഒരു ഡയലോഗ് ഉണ്ട്. അപ്പൊ ഞാൻ അപ്പൊ അത് കാണാൻ വേണ്ടി പോയിട്ടുണ്ട്, അതല്ലാതെ പോയിട്ടില്ല. പക്ഷെ അച്ചാച്ചന്റെ കൂടെ പോയിരിക്കുന്ന കാണാൻ ഭയങ്കര രസമാണ്. നല്ലത് അച്ചാച്ചന്റെ മുഖം കാണാൻ. അതല്ല, കാരണം ഞങ്ങളെല്ലാം പോകും, കല്യാണം കഴിഞ്ഞ് പോകും. അപ്പൊ അച്ചാച്ചനിരിക്കും, അമ്മയിരിക്കും, ചിലപ്പം ആരേലും പിള്ളേരുണ്ടെങ്കിൽ ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ മലയാള സിനിമ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരോരോ ഡയലോഗ് വരും. അപ്പം ഇവിടുന്ന് നല്ല സൈലന്റ്, പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ തന്നെ അച്ചാച്ചൻ, കുട്ടിയമ്മേ അത് മനസ്സിലായോ, അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് അക്ഷരത്തിൽ പറയുമ്പോൾ. അപ്പൊ പിന്നെ എല്ലാം തിരിച്ചു നോക്കും. അപ്പൊ അറിയാം ഇങ്ങനെ മാണിസാർ വന്നിട്ടുണ്ട്. പിന്നെ അതൊന്നും ഈസ് നോട്ട് ബോധേഡ് കേട്ടോ. അത് ജനം നോക്കുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഇടയ്ക്ക് കുട്ടിയമ്മയുടെ തമാശകൾ പറയുന്നു, ഇതാണ് അതിന്റെ അർത്ഥം കേട്ടോ. ഫുൾ തമാശ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. തിയേറ്ററിന് മൊത്തം കേൾക്കാം അച്ചാച്ചന്റെ തമാശ. എന്തായിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നു? അവർ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഭീകരമാണല്ലേ. കാരണം സാറിന്റെ മാണിസാറിന്റെ ഇന്റർവ്യൂ ഒക്കെ കേൾക്കുമ്പോഴും പറഞ്ഞ പോലെ ഒരു 2 ചോദ്യം ചോദിച്ചാൽ അതിൽ ഭൂരിഭാഗവും കുട്ടിയമ്മയുടെ വിശേഷം പറയുന്നതായിരിക്കും. അമ്മയുടെ മീൻകറിയെ കുറിച്ചിട്ടും മാണിസാറ് പറഞ്ഞു തരുന്നുണ്ട്, കപ്പയും മീൻകറിയൊക്കെ. ഭയങ്കര സ്പെഷ്യൽ അല്ലേ? ഭയങ്കര സ്പെഷ്യലാണ്. ഏറ്റവും അവസാനം പറയും ഇച്ചിരി ചോറ് മാറ്റി വെക്കും. അപ്പൊ ചോദിച്ചു, ആ ചോറ് മാറ്റി വെക്കും, കുട്ടിയമ്മയുടെ മോരൊഴിച്ച് അവസാനം നമ്മള് ഡെസേർട്ട് എന്ന് പറയുമല്ലോ, അവസാനത്തെ ഇതിനുള്ള ഏറ്റവും രുചിയായിട്ട്. അപ്പം അവസാനത്തെ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ കുട്ടിയമ്മ ഉണ്ടാക്കിയ മോര് എല്ലാ ദിവസവും കാണുമല്ലോ. ഞാൻ എൻ്റെ ബുക്കില് ദി അതർ സൈഡ് ഓഫ് ദിസ് ലൈഫ് അമ്മയുടെ ഈ അച്ചാച്ചൻ്റെ അമ്മയുടെ ഈ മോരിനെ പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ എപ്പോഴും വിചാരിക്കായിരുന്നേ, അച്ചാച്ചൻ എത്ര താമസിച്ചു വന്നാലും കഴിച്ചു കാണുമായിരിക്കും, പക്ഷെ എന്നാലും കുട്ടിയമ്മയുടെ ചോറും മോരും കഴിച്ചിട്ടേ കിടക്കത്തുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ അച്ചാച്ചനോട് ചോദിച്ചു, വാട്ട് ഇസ് സോ സ്പെഷ്യൽ, എന്താണ് ഈ മോരിന്റെ മാജിക് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അച്ചാച്ചൻ പറയുന്ന വേറൊന്നുമല്ല, അമ്മ ഇങ്ങനെ ഫുൾ ടൈം വെയിറ്റ് ചെയ്യുവാണ് അച്ചാച്ചന് വേണ്ടിയിട്ട്. മുമ്പ് നമ്മൾ കണ്ടില്ലേ, ആ ജോമോനെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുക. ഞങ്ങൾ വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു, പക്ഷെ എന്നാലും ജോമോന് വേണ്ടിയിട്ട്, മറ്റേത് അച്ചാച്ചന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പൊ അച്ചാച്ചൻ വന്നു കഴിയുമ്പോഴത്തേക്കിനും അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഒരു കോംപ്ലിമെന്റോ അമ്മയ്ക്ക് ഏറ്റവും ഇതിന്ന് വെച്ചാൽ ചോറും മോരുവാ. അപ്പം ഈ മോരിന് ശരിക്കും പറഞ്ഞാൽ എന്നാ, വെറും തൈരും വെള്ളവും കുറച്ച് ചുമന്നുള്ളിയും കുറച്ച് കാന്താരി മുളകാണ്, കാന്താരി മുളകും കരിയാപ്പില, ഇത്രയേ ഉള്ളൂ. ഉപ്പ് എപ്പോഴും മറക്കുന്ന സാധനം, ഉപ്പ്, ഇത്രയേ ഉള്ളൂ സാധനം. അത് ചുമ്മാ ഫോക്കിൽ ഇങ്ങനെ കലക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ആ സംഭവം പക്ഷെ അച്ചാച്ചൻ പറയുന്ന കേട്ടാ തോന്നും, കുട്ടിയമ്മയുടെ മോരെന്ന് പറഞ്ഞാൽ സ്നേഹമുണ്ട്. അതാണ് അമ്മ സ്നേഹത്തോടെ വെയിറ്റ് ചെയ്ത് ആ ഒരു മോര് ഒഴിച്ചു കൊടുക്കുന്നു ചോറിന്റെ കൂടെ.
അതും കൂടെ കഴിക്കുന്നു. പിന്നെ അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് നമുക്ക് ഡൈജഷന് നല്ലതാണ്, 2 അമ്മയായിട്ടൊരു അതെ അതെ അതെ. ഈ പറഞ്ഞ പോലെ മാമിനൊരു സ്പെഷ്യൽ ഡിഷ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ സ്പെഷ്യൽ ഒന്നുമില്ല. എനിക്ക് അങ്ങനെ സ്പെഷ്യൽ ഡിഷ് അല്ല. ഞാൻ ഉണ്ടാക്കുന്ന ഏത് ഡിഷും സ്പെഷ്യലാണ്. സ്പെഷ്യൽ ആണോ? മീൻകറി ആലപ്പുഴക്കാരത്തി ആയതുകൊണ്ട് അവിടെ മീൻകറി എന്നേലും നല്ലതായിട്ട് ഉണ്ടാക്കുന്ന എന്റെ പിള്ളേരാ. പിള്ളേരും ഉണ്ടാക്കും. ഇപ്പൊ ഞങ്ങള് ആക്ച്വലി ക്രിസ്മസിന് മിക്കവാറും വീടുകളിലൊന്നും പോകൂല്ലോ, സ്വന്തക്കാരുടെ വീട്ടിൽ പോകാൻ പറ്റുന്ന ഈ പറയുന്ന ആ സമയത്തിലുള്ള അവധിയും പിള്ളേരെല്ലാം. അപ്പൊ ഇന്നലെ ആലപ്പുഴ പോയി. അവിടെ പോയി ഞങ്ങളുടെ പിള്ളേരും എല്ലാം ഓടി വന്നു അവിടുത്തെ മീൻകറി കഴിക്കാൻ. എല്ലാ ക്രെഡിറ്റും പോകുന്നത് നിഷയുടെ മദറിനാണ്. പക്ഷെ നിഷയാണ് ഉണ്ടാക്കിയത് പറയും. പിന്നെ ഈ ആലപ്പുഴ മീൻകറിയും കോട്ടയം മീൻകറിയും മീന് തന്നെ ഭയങ്കര ഡിഫറെന്റ്. അത് പറയാൻ കണ്ടില്ല. അല്ല, ഞാൻ കല്യാണം കഴിച്ചു വരുമ്പോഴുള്ള ഞാൻ നോക്കുമ്പോ രാവിലെ തൊട്ട് കാച്ചിക്ക, ചേന, കപ്പ, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി ഇത് തന്നെ ഫുൾ ടൈം. അല്ല, ഞാൻ ഈ ബേസിക് ഫുഡ് ഇതിങ്ങനെ മാറി മറിച്ചും എന്നിട്ട് അച്ചാച്ചനാണെങ്കിൽ കയറി വന്ന് കാച്ചിക്കാന്ന് കാണുമ്പോ എന്നോ ഒരു സന്തോഷം, ഇത് കാണുമ്പോ എന്തോ ഒരു സന്തോഷം, ചക്ക കാണുമ്പോ. അങ്ങനെ ഞാനിങ്ങനെ ആലോചിക്കാൻ എന്താ. പിന്നെ നോൺ വെജിറ്റേറിയൻ ഒത്തിരി, മീറ്റ് ഒത്തിരി ഉണ്ടായിരുന്നു. ഞാൻ കല്യാണം കഴിച്ചു. ഞാൻ ഇറച്ചിയുടെ ആളല്ല, ഞാൻ മീനിന്റെ ആളാണ്. ഇൻഫാക്ട് ഞാൻ വന്നു കഴിഞ്ഞ പിന്നെയാണ് വീട്ടില് മീനിന് തന്നെ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത്. പക്ഷെ അതിൻ്റെ അകത്തൊരു ബ്യൂട്ടി എന്നാന്നറിയാം, ഞാൻ കെട്ടി വന്ന പെണ്ണ. എന്റെ ഇഷ്ടം എന്താന്ന് മനസ്സിലാക്കി അച്ചാച്ചൻ കുട്ടിയമ്മയെ നിഷമോക്ക് എന്താ വേണ്ടേന്ന് മനസ്സിലാക്കി ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ എന്നും പറഞ്ഞ് അങ്ങനെ അന്നോട്ട് വീട്ടില് മീന്. ഈ സാറിന്റെ സിബ്ലിങ്സ് ഒക്കെ വരാറുണ്ടോ ഈ ക്രിസ്മസ് ടൈമില്? നിങ്ങൾ എല്ലാരും അങ്ങനെ ഒരു സാറിന് വരാറുണ്ട്. എല്ലാരും പുറത്താണോ? അല്ല, എല്ലാരും ഒക്കെ തന്നെ ഇവിടെ തന്നെയാണ്, എറണാകുളത്ത്. പിന്നെ ഇപ്പം അമ്മ പ്രായമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാരും മാറി മാറി വരുവേ. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ട്, ഞാനിപ്പോ ഇവിടെ ഇല്ലാന്ന് വെച്ചാൽ ആരെങ്കിലും ഞാൻ വിളിച്ചു പറയത്തുള്ളൂ, ആന്റി ഇങ്ങനെ ഞാൻ കാണത്തില്ല. ഏറ്റവും അതിശയം എനിക്ക് ഇപ്പം മാമിനാണെങ്കിലും കല്യാണം കഴിച്ചു വന്ന വീടാണ്. പക്ഷെ ഫാദർ ഇൻ ലോയിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും മാണിസാറിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഇമോഷണൽ ആവുന്നത് മാമാണ്. അപ്പം ആ ഒരു ഫാമിലിയുടെ ഒരു ബോണ്ടിങ് അത് ഭയങ്കര സ്വീറ്റ് ആണ്. അത് നമ്മള് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എല്ലാ കാലവും. അല്ല, ഇതിൻ്റെ അകത്ത് എനിക്ക് എപ്പോഴും അതിശയം തോന്നി എന്നാന്നറിയോ, ജോ, അമ്മ, അച്ചാച്ചൻ, ജോയുടെ 5 സിസ്റ്റേഴ്സ് എല്ലാവരും ഒരേ ക്യാരക്ടറാണ്, ഒരേ രീതിയാണ്, ഒരേ പോലെയാണ് ചിന്തിക്കുന്നത്. ഒരാൾ വേന്ന് പറഞ്ഞ ആരും റേന്ന് പറയില്ല, എല്ലാം ഒരേ രീതി. ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. പക്ഷെ there is so much beauty. ഇവരുടെ ഫാമിലി വാല്യൂസ് ഉണ്ടല്ലോ. ഐ എം നോട്ട് സെയിങ് എൻ്റെ വീട്ടിൽ ഇല്ല എന്നുള്ളതെന്നല്ല, എൻ്റെ വീട്ടിലൊക്കെ ഫാമിലി വാല്യൂസ് ഒക്കെ ഉണ്ട്, നല്ല സ്ട്രോങ് വാല്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷെ സംതിങ് ഡിഫറെന്റ് ഈ വീട്ടിൽ. അത് ഞാൻ അബ്സോർബ് ചെയ്തു, പഠിച്ചു, മനസ്സിലാക്കി. അതുകൊണ്ട് ഞാനും ഐ മേക്ക് ഇറ്റ് എ പോയിന്റ് ഇങ്ങനെ എല്ലാവരും കൂട്ടായ്മ. അതാണല്ലോ ഒരു വീട്ടിൽ നിൽക്കുന്ന മരുമോളിനെ ആശ്രയിച്ചിരിക്കും ആ വീട്ടിലെ ഒരു ബോണ്ടിങ്. അത് ഇപ്പം എപ്പം വേണമെങ്കിലും എപ്പോഴും വേറെ വാക്കില്ല. അല്ല, ഈ മരുമോളം അല്ല, ഞാൻ ജനറൽ അല്ല, ഞാൻ ഈ പറയുന്നത് ജനറൽ ആയിട്ട്. പക്ഷെ എന്നാന്നറിയോ ജോ, നമ്മൾ ഇപ്പം ഒത്തിരി പേരാണല്ലോ ഇത് കേൾക്കുന്നത്. അല്ല, ഒത്തിരി പേര് കേൾക്കുന്നുണ്ടല്ലോ ഇത്. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് നമുക്ക് മാത്രമല്ല, ഇതൊരു നല്ലൊരു സ്ട്രോങ് മെസ്സേജ് ആണ്. മുമ്പോട്ടാണെങ്കിലും ഒരു കുടുംബം എങ്ങനെ നമുക്ക്, ഞാൻ ഒരിക്കലും പറയുന്നില്ല നമ്മുടെ ഐഡിയൽ ഫാമിലി ആണെന്ന് ഒരിക്കലും പറയുന്നില്ല, പക്ഷെ ഒത്തിരി സ്നേഹമുള്ള ഒരു കുടുംബം. അതെ, ഇതിന് മുൻപ് ഈ പ്രസ് മീറ്റ് കാണുമ്പോൾ ഞാൻ വിചാരിക്കും പുള്ളി കുറച്ച് ഇൻട്രോവേർട്ടാന്ന് തോന്നുന്നു, അധികം അങ്ങനെ ഒന്നും സംസാരിക്കാറില്ലല്ലോ എന്ന് ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ വന്നപ്പോഴത്തേക്ക് പിന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു ഇന്റർവ്യൂ ഇതിന് മുൻപ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ കാണുന്ന സമയത്തും മാം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. സാറ് സംസാരിക്കും, പക്ഷെ അത്രത്തോളം ഇല്ല. അത് ഇന്റർവ്യൂ അല്ലേ പോലും വല്ലപ്പോഴല്ലേ കിട്ടുന്നത്. കിട്ടുമ്പോ പറഞ്ഞോണ്ട് ഞാൻ ഏറ്റവും അവസാനം ഞാൻ പറയും, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ എന്നിട്ട് ഇടയ്ക്ക് കയറുന്നു. ഈ പറഞ്ഞ ശരിയാ. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഇവിടെ ആണെങ്കിലും പൊതുപ്രവർത്തന രംഗത്താണെങ്കിലും
പലപ്പോഴും അയ്യോ ഇത് ഭയങ്കര സീരിയസ് അല്ലേ, നമുക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ, നേരിട്ട് കാണാൻ പറ്റുമോ, അതല്ല പുള്ളി ഇങ്ങനെയല്ലേ, അങ്ങനെ ഒരു ആ രീതിയിൽ എത്രയോ പേര് എൻ്റെ അടുത്ത്, ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അയ്യോ ഞാൻ ഇങ്ങനെയല്ല എനിക്ക് കിട്ടിയ പിക്ചർ, ഇങ്ങനെയുള്ള അല്ല ജനം എന്നോട് അല്ലെങ്കിൽ ഇന്നയാൾ എന്നോട് പറഞ്ഞത്. ആ ആളിനോട് ചോദിച്ചു നിങ്ങൾ ജോസ് കെ മാണിയെ കണ്ടിട്ടുണ്ടോ, അല്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ കേട്ടതാണ്, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു തരത്തിൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാനൊരു ജെന്റിൽമാൻ പൊളിറ്റീഷ്യൻ എന്ന് വിളിക്കും ജോസ് കെ മാണിയെ, കറക്റ്റ് ആണോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ, സ്വയമായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല അതായത് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം ഇപ്പൊ ഒരു വല്ലാത്തൊരു സാഹചര്യത്തിൽ എത്തിയാൽ പോലും അതിരുവിട്ട് പ്രതികരിക്കാനോ ഒരാളെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ നമ്മൾ പൊളിറ്റിക്സ് പറഞ്ഞ പക്ഷേ പറയാണ് ഒരു പാർട്ടിയെ കുറിച്ചോ ഒരു മനുഷ്യനെ കുറിച്ചോ ഒന്നും ദുഷിപ്പ് പറയോ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല ഇതുവരെ. ഇല്ല, ഞാനത് ഞാനിപ്പോൾ 53 വർഷത്തോളം അച്ചാച്ചൻ MLA ആയിട്ടിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പല വാക്കുകളും അസംബ്ലിക്കകത്തും ഏറ്റവും എന്നാണ് വെച്ചാൽ ആക്ഷേപങ്ങൾ അച്ചാച്ചനെതിരെ വന്നിട്ടുണ്ട്. പല രീതി അറിയാമല്ലോ പൊളിറ്റിക്സിലല്ലേ, പക്ഷെ ഒരിക്കലും ഒരു വ്യക്തിയെപ്പറ്റി അവരുടെ ക്യാരക്ടറിനെ പറ്റി അവരുടെ കുടുംബത്തിനെ പറ്റി ചില വിഷയങ്ങളുണ്ടാകാം, ഒരു കുടുംബത്തിൻ്റെ മക്കളൊക്കെ ഒരു കാരണവശാലും ഒരിക്കലും ഒരു വാക്ക് പറയുന്നത് കേട്ടിട്ടില്ല. ഞാനത് കണ്ടുപിടിച്ചതാണ്. ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലിരിക്കുമ്പോഴും ചില നേതാക്കന്മാരെ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോഴൊക്കെ ചില നേതാക്കന്മാരെ പറ്റി ചില ആക്ഷേപങ്ങൾ വലിയതായിട്ട് വന്നിട്ടുണ്ട് ചില കാര്യങ്ങൾ. അപ്പോൾ ആ കാര്യങ്ങൾ വരുമ്പോഴും ചിലപ്പോൾ 2 സൈഡിലായിട്ടായിരിക്കും നിൽക്കുന്ന, ഒരാൾ UDFിലായിരിക്കും, ഒരാൾ LDFിലായിരിക്കാം. എന്നെ വിളിച്ച് ആദ്യം ഞാനൊന്ന് പാർട്ടിയിൽ യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോഴും എന്നെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ആ വിഷയം ആളി കത്തുന്നുണ്ട് മീഡിയയ്ക്കകത്ത്, പക്ഷെ നീ ഇലക്ഷൻ ഉണ്ടല്ല, കാരണം ദാറ്റ് ഇസ് പേഴ്സണൽ. ആർക്കും ആരെ അറിയില്ല, ബേസിക്കലി ഒരാൾക്കും ഒരാളെ അറിയില്ല. ഒരാളെ നോവിക്കാനായിട്ട് പലരും ഉണ്ടാകുകയും ചെയ്യും. ഇപ്പം ഇപ്പം എന്നെ ഒരാൾ മോശം പറഞ്ഞാൽ ഈ പറയുന്ന ആളിന് അറിയില്ല ഞാൻ എത്ര കണ്ട് സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം. ഇപ്പം നമ്മൾ സോഷ്യലി ഒരു വലിയൊരു സ്റ്റേറ്റസിലാണെങ്കിലും ഇപ്പം നമുക്ക് കാശുണ്ട്, പണമുണ്ട്, അതല്ല നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എങ്കിലും എല്ലാ മനുഷ്യന്മാർക്കും സങ്കടവും വിഷമവും ഒരേപോലെയാണ് വരുന്നത്. ഈ ഒരുപാട് അങ്ങാണെങ്കിലും മാം ആണെങ്കിലും ഒക്കെയും സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറേ തവണയൊക്കെ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയുടെ എന്താ തന്നെ പറയണേ അവരുടെ അതെ അങ്ങനെ ഒരുപാട് അതിന് ഇരകളാക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ എങ്ങനെ അതിനൊക്കെ ഓവർകം ചെയ്യുന്നതൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് എനിക്ക് ഗോഡ് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്, ഓർത്തിരിക്കണ്ടെന്നുള്ളത്. ഈ കാര്യം വായിച്ചാൽ അങ്ങ് വിട്ടുപോകും. കാരണം ഇത് നമ്മൾ ഓർത്തിരുന്നാലും നമ്മൾക്കൊരു അജിറ്റേഷൻ അകത്തുണ്ടാകും, മനസ്സിലായി? ആ അജിറ്റേഷൻ അകത്തുണ്ടാകുന്നത് മാത്രമല്ല നമ്മളെ ഹെൽത്തിനെ ബാധിക്കും, നമ്മുടെ സിസ്റ്റത്തിനെ ബാധിക്കും, നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കും, ഇതെല്ലാം ബാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള അതുള്ളത് കൊണ്ട് അതിനെ കാണാതെ അങ്ങ് പോവുക എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു പ്രോബ്ലമാണ് നമ്മുടെ രാജ്യത്ത്. ഈ പറയുന്ന സൈബർ അറ്റാക്സ് അത് ഭയങ്കര പ്രോബ്ലമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ 0 ഹവറിൽ ഞാൻ പാർലമെൻറ്റിനകത്ത് ഞാൻ 0 ഹവർ ടേക്കപ്പ് ചെയ്യാൻ വേണ്ടി അത് ഈവൻ ഡ്രഗ്സ് സെൽഫ് അതിലേക്ക് കൊണ്ടുവരുന്നതും എല്ലാം ഈ വരുന്ന സോഷ്യൽ മീഡിയയും അങ്ങനെ വരുന്നതാണ്. പക്ഷെ അത് കിട്ടിയില്ല. ഞാനത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ രാജ്യത്ത്. അത് നിയമം മാത്രം പോരല്ലോ, നിയമമുണ്ട്, പക്ഷെ ഇപ്പോൾ അതെല്ലാം ഓവർകം ചെയ്ത് പോവുകയാണ്. അപ്പം അതിനുള്ള ഒരു പ്രധാനപ്പെട്ടതാണ്. ഈ രാജ്യസഭയിലെ കാര്യം പറഞ്ഞപ്പോഴേ എങ്ങനെയാണ് ഒരു പ്രിപ്പറേഷനൊക്കെ എങ്ങനെയാണ്? അല്ല, പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത് ഇപ്പം ബില്ലുകളാണല്ലോ, നമുക്കിപ്പം എല്ലാം സെൻസിറ്റീവ് ബില്ലുകളാണ്. ഞാനിപ്പം രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല, പക്ഷേ സെൻസിറ്റീവ് ബില്ലുകളുണ്ട്. അതുപോലെ തന്നെ നേഷൻ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസുണ്ട്. ഞങ്ങളെ പോലെയുള്ള പാർട്ടികൾക്കൊക്കെ കുറച്ച് സമയമേ കിട്ടുള്ളൂ, ചിലപ്പോൾ 3 മിനിറ്റ് മെമ്പർക്ക് മനസ്സിലായി. അപ്പോൾ അതിനകത്ത് റെസ്ട്രിക്റ്റ് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് ആണെങ്കിലും ചിലപ്പം 3 മിനിറ്റേ ഉണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ 3 മണിക്കൂറെങ്കിലും. ഞാൻ ആസ് എ ഓൺ ലുക്കർ, ജോയുടെ ജീവിത പങ്കാളി ആണ്, പക്ഷെ എന്നാൽ പോലും ആസ് എൻ ഓൺ ലുക്കർ ഞാൻ കണ്ടിരിക്കുന്ന ഒരു ഇത് കാരണം എന്ന് വെച്ചാൽ ജോ പത്രം എല്ലാ പത്രവും വായിക്കും. അത് അമ്മയുടെ കൂടെ ഇരുന്നാണ് രാവിലെ പത്രം വായന. അമ്മ ചിലപ്പോൾ ഓരോന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിച്ചെന്നിരിക്കും, ജോ അതിന് ഉത്തരം പറയുകയും ചെയ്യും. അമ്മ അച്ചാച്ചൻ ഇതുപോലെ ഉത്തരം പറയുകയും ചെയ്യും, എന്നാ വേണ്ട മാറ്റർ എടുക്കും. സോ അങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് അറിയുന്നത്. പിന്നെ എനിക്കൊന്ന് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, ഓപ്പൺനെസ്, അങ്ങനത്തെ ഒക്കെ ക്വാളിറ്റീസ് ഉള്ളതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്ത് അങ്ങനെ എന്നിട്ട്
ഞാൻ കണ്ടിട്ടുണ്ട് രാത്രിയിലൊക്കെ ഇരുന്ന് എഴുതുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് ചുമ്മാതെ ഇരുന്ന് പോയി സംസാരിക്കുമല്ലോ, നല്ല പ്രിപ്പറേഷൻ ഒക്കെ ചെയ്ത് അങ്ങനെ പോകുന്ന ഒരാളാണ്. പഠിക്കുന്ന കാര്യം പറയുമ്പോൾ വലിയൊരു ചോദ്യം ഞാൻ മിസ് ചെയ്തേനെ. ചിയാൻ വിക്രമും അങ്ങും സുഹൃത്തുക്കളാണല്ലോ. കാണാറൊക്കെ ഉണ്ടോ നിങ്ങൾ? ഒരു മീറ്റപ്പ് ഒക്കെ ഉണ്ടോ? ഞങ്ങള് ഇടയ്ക്ക് അലുമിനി മീറ്റിങ്ങുകളുണ്ടല്ലോ, വർഷത്തിലൊന്ന് കൂടും. ആക്ച്വലി മിനിഞ്ഞാന്ന് അത് മദ്രാസിലായതുകൊണ്ട് അവരൊന്ന് കൂടുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ പോകാൻ പറ്റാത്തൊരു സ്ഥിതിയേ ഉള്ളൂ. കൂടുന്നുണ്ട് ഞങ്ങൾ. പക്ഷെ ഞങ്ങൾ കയറുമ്പോൾ ഒരിക്കലും സിനിമയുടെ കാര്യം ചോദിക്കത്തില്ല, പുള്ളി രാഷ്ട്രീയവും ചോദിക്കത്തില്ല. ഞങ്ങളുടെ കൂടെയുള്ളവർക്ക് അത് ഇഷ്ടവും ഇല്ല. നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഗെറ്റ് ടുഗദറിൽ എന്താ നിങ്ങളൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങൾ? സംസാരിക്കുന്ന സ്കൂളിൽ നടത്തിയ അതിക്രമങ്ങളാണ്. ഈ ജോ ഉണ്ടല്ലോ, കണ്ട ഭയങ്കര പാവമായിട്ടാ. പക്ഷെ ആക്ച്വലി ഇവിടെ സെയിന്റ് വിൻസെന്റിലാണ് ആദ്യമേ പഠിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് സെയിന്റ് തോമസിൽ പഠിച്ചു, സെയിന്റ് വിൻസെന്റിൽ പഠിച്ചിട്ടാണ് ഏർക്കാട് പോയത്. ഏർക്കാട് പോയത് എന്താണ്, ബിക്കോസ് വളരെ കുസൃതിയായിരുന്നു. സൈക്കിളൊക്കെ എടുത്തിട്ട് ഓടി ഇത് ചെയ്യുമായിരുന്നു. അതിന്റെ മണ്ടേ വീഴുമായിരുന്നു. വള്ളത്തേന്ന് വീണിട്ടുണ്ട്. ജിജിയായിട്ട്, മാധവത്തെ ജിജിയായിട്ട് നിങ്ങളെ രണ്ടുപേരെയും ആരോ പൊക്കി എടുത്തതല്ല. ഇങ്ങനത്തെ ഒത്തിരി കഥകളുണ്ട്. ഈ മോത്തെ ഈ പാടൊക്കെ കണ്ടിട്ടില്ലേ? ഇതൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് മരത്തേന്ന് ചാടി ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. ഞാൻ ഈയിടെ സെയിന്റ് വിൻസെന്റ് സ്കൂളിൽ പഠിച്ച് ജോയുടെ കൂടെ ക്ലാസ്മേറ്റിൽ ആയിരുന്ന ഒരാളുടെ വീട്ടിൽ പോയപ്പോഴും ആള് പറഞ്ഞു, നിങ്ങൾക്കറിയത്തില്ല ജോസ് കെ മാണിനെ, എന്നോ ഓട്ടവും ചാട്ടവും ഒക്കെ അറിയായിരുന്നു. അങ്ങനെ നാട് കടത്തി വിട്ടതാണ്. നാട് കടത്തി വിട്ടു. ഇടത്ത് ഇച്ചോടെ ഒന്ന് കുറച്ച് പഠിക്കാൻ പോണോ, അന്നിച്ചിരി പഠിപ്പ് കുറവായിരുന്നു. പക്ഷെ എപ്പോഴും ഉണ്ടല്ലോ, നമ്മൾ ഈ അച്ഛന്മാരും കന്യാസിമാരുടെ അടി പഠിക്കുമ്പോഴുണ്ടല്ലോ, അതിന് അതിൻ്റെതായ ഒരു ചിട്ട നമ്മുടെ ലൈഫിൽ വരും. ഐ എം നോട്ട് സെയിങ് അല്ലാത്തപ്പം കിട്ടത്തില്ല എന്നല്ല. അവർക്കൊരു ജെസ്യൂട്ട് പ്രീസ്റ്റിന് ഒരു പ്രത്യേക ഒരു രീതിയാണ്. ജെസ്യൂട്ട് പ്രീസ്റ്റ് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് കുറെ അധികം വിശേഷങ്ങൾ, അതും ഞാൻ തന്നെ ആദ്യമായിട്ട് വെക്കുന്ന കുറെ വിശേഷങ്ങളും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പം അടുത്തൊരു വിശേഷം എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുമണിയുടെ വിശേഷമാണ്. ഇത്തവണ വോട്ട് പിടിക്കാനൊക്കെ പോയ വാർത്തകളും വിശേഷമൊക്കെ കണ്ടിരുന്നു. എന്താ ആളെന്ത് പറയുന്നു? ആളിങ്ങനെ ഒരു എന്താണ് വളരെ എനർജറ്റിക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഡിഗ്രി കഴിഞ്ഞു. സാധാരണ ഇലക്ഷനും എൻ്റെ കഴിഞ്ഞ ഇലക്ഷനും വീടുകളൊക്കെ ഇലക്ഷൻ എല്ലാം പോകുന്നു. ഇവരെല്ലാം പോകുന്നു. എൻ്റെ മോള് ലോക്സഭയിൽ ഉണ്ടായിരുന്നപ്പോ ഇവരെല്ലാം വീടുകൾ, കോട്ടയത്തുള്ള വീടുകളും ഫ്ലാറ്റുകളും എല്ലാം കയറുമായിരുന്നു. ഇപ്പൊ എന്നാ ചോദിച്ചാൽ ഇപ്പൊ ഈ കുഞ്ഞുമാണി എന്നുള്ള ഇത്ര വലുതായെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പെട്ടെന്ന് ശ്രദ്ധിച്ചുള്ളൂ, അല്ലാതെ കാര്യമൊന്നുമില്ല. അതിൻ്റെ അകത്തൊരു കാര്യം എന്തുകൊണ്ടാണെന്നറിയോ, ഞാൻ അവരെ ചെറുപ്പം മുതലേ ഞാൻ പോകുമ്പോ അവരെയും കൂടെ കൊണ്ടുപോകും. സോഷ്യൽ വർക്ക് ആയാലും ശരി, ഈ ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിനായാലും ശരി, കൊണ്ടുപോകുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവര് ശരിക്കുള്ള ജീവിതം കാണണം. അവര് നോക്കുമ്പോൾ അവരുടെ പപ്പ ഭയങ്കര തിരക്കാണ്, അവിടെ ഓടുന്നു ഇവിടെ ഓടുന്നു. എന്തിനാണ് ഈ ഓടുന്നത് അതറിയണമെങ്കിൽ നമ്മൾ നാട്ടുകാരുടെ അടുത്ത് ചെല്ലുമ്പോഴാണ്, താഴെത്തട്ടി ചെല്ലുമ്പോഴാണ്. പിള്ളേർ താഴെത്തട്ടിൽ ചെന്ന് നടന്ന് സംസാരിച്ച് കേട്ടിട്ടുണ്ട്. ചില സമയത്തൊക്കെ എസ്പെഷ്യലി ഇലക്ഷൻ ടൈമിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പരാതി കേൾക്കുന്ന ടൈം. അല്ലാതെ ഒരു സമയത്ത് നമ്മൾ പോകുമ്പോൾ അത്രയും കേൾക്കൂല. അപ്പൊ അവര് ശരിക്കുള്ള ഗ്രൗണ്ട് റിയാലിറ്റി പഠിക്കുന്നപ്പോഴാണ്. അപ്പൊ ഒരിക്കലും ഒരു കംപ്ലൈന്റ് ഇല്ല, പപ്പ എന്തുകൊണ്ടാ വരാത്തെ, പപ്പ ഞങ്ങൾക്ക് ഇവരുടെയൊക്കെ ഒരു സ്കൂൾ ഡേയും ഇതിനൊക്കെ ഒരിക്കലും ജൂന് വരാൻ പറ്റിയിട്ടില്ല. ഞാനാ പോയിരിക്കുന്നത് PTA മീറ്റിംഗ് ഒരിടത്തും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ ചിലപ്പോ ഒരു വർഷം ഒരു ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഒരു ഡിഗ്രിക്ക് പഠിച്ചു കൊച്ചിന്റെ ഒരു പ്രാവശ്യം പോലും പോകാൻ പറ്റിയില്ല. അത് ഏറ്റവും കോൺവൊക്കേഷൻ വരാൻ പറ്റില്ല. പക്ഷെ അവർക്ക് അറിയാം ഇതാണ് വിഷയം എന്നുള്ളത്. പക്ഷെ ചിലപ്പോൾ ഹോളിഡേ ടൈമിൽ ചുമ്മാ ക്യാമ്പസ് കാണാൻ ചിലപ്പോൾ കയറി പോകും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെയാലും ഇതൊരു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കും. നമ്മൾ ഈ മുകളിൽ കാണുന്നതോ അല്ലെങ്കിൽ ചിലപ്പോൾ MP മെമ്പർ ഓഫ് പാർലമെന്റിന് കാണുന്നതോ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ കാറേ പോകുന്നു അതൊന്നുമല്ല. അതിന്റെ താഴെയിൽ എത്രയോ വിഷയങ്ങളുണ്ട്. അപ്പം ഇവർ വോട്ട് പിടിക്കാൻ പോലുമായി പരാതി ഏറ്റവും കൂടുതൽ കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ ജനത്തിന്റെ കൃത്യമായി അവന്റെ ഒരു അവകാശമാണല്ലോ. അപ്പൊ കൃത്യമായി എന്താണോ റിയാക്ഷൻ അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇതിപ്പോ നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ ലോക്സഭയിൽ ഉണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പിൽ ഇവരെല്ലാം എല്ലാ സ്ഥലത്തും കയറുന്നുണ്ടായിരുന്നു. അപ്പം ക്രിസ്മസ് ആയിട്ട് ഇനി ഞാനിപ്പോ കുറെ സമയം എടുക്കുന്നില്ല, കാരണം പറഞ്ഞാലും ഒത്തിരി കാര്യങ്ങളുണ്ട്. എനിക്ക് ഇനി മാണിസാറിനെ കുറിച്ചൊക്കെ എന്തോരം ചോദിക്കാനുണ്ടെന്ന് അറിയാം. പക്ഷേ വേറൊരു സമയം ഇരിക്കാം. ഇനിയിപ്പം ക്രിസ്മസ് കൂടിയാണ്. ഗിഫ്റ്റ് എനിക്ക് പൊളിക്കാനുണ്ട്. അത് പൊളിച്ചിട്ട് അതിപ്പോ കേൾക്കാന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു. അത് കട്ട് ചെയ്ത് എനിക്ക് കഴിക്കണം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കും വീട്ടിലെല്ലാം പോകാനുണ്ട്. അതുകൊണ്ട് അപ്പം രണ്ടുപേർക്കും ഒരു ആദ്യം താങ്ക് യു. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിന്. തിരക്ക് പിടിച്ച രണ്ട് മനുഷ്യരാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ ഈ വർഷം ഇനി വരുന്ന വർഷങ്ങളും ഒക്കെ ഇങ്ങനെ സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി ഒത്തൊരുമിച്ച് പോകാൻ കഴിയട്ടെ. രണ്ടുപേർക്കും ഹാപ്പി ക്രിസ്മസ് ഒരിക്കൽ കൂടി. സെയിം ടു യു. കൂടുതൽ ക്രിസ്മസും കൂടുതൽ സന്തോഷവും
ക്രിസ്മസ് എന്ന് പറഞ്ഞത് അതിൻ്റെ അർത്ഥം തന്നെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പം പലപ്പോഴും പലരും അറിയാം, ഇപ്പോൾ പേരൻസ് ഉണ്ട്, പിള്ളേരെല്ലാം പുറത്താണ്, പിള്ളേരുണ്ട്, പേരൻസ് ഇല്ല, അല്ലെങ്കിൽ വല്യപ്പനുണ്ട്, മക്കളില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു വിഷയം. അപ്പം ആ എല്ലാവർക്കും നമ്മൾ കൂടെ ഉണ്ട്, ആ കൂടെ ഉണ്ടാകണം, മറ്റുള്ളവർക്കും കൂടെ ഉണ്ടാകണം. അതായിരിക്കണം മെസ്സേജ് എന്ന് എനിക്ക് തോന്നുന്നു. ആ കൂട്ടായ്മയാണല്ലോ, എല്ലാവരും കൂടെ വരുന്നു, കൂടെ ഇരിക്കുന്നു, ഫാമിലി ഇരിക്കുന്നു എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും പ്രധാനമായിട്ട് സ്നേഹം. അതൊക്കെയാലും സന്തോഷമുണ്ട് കാണാൻ പറ്റിയത്. ഞാൻ പറയാൻ വരും, കാരണം ഒരുപാട് ഇങ്ങനെ സ്പെഷ്യൽ ഒക്കേഷൻസ് വരുമ്പോഴാണല്ലോ നമ്മളിങ്ങനെ അതിഥികളുടെ വീട്ടിൽ പോകുമ്പോൾ വിശേഷങ്ങളൊക്കെ അറിയുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഞാൻ അങ്ങ് മനസ്സ് നിറഞ്ഞു പോകുന്ന ഒരു ഇടം കൂടിയാണ്. കാരണം ഈ ബന്ധങ്ങളിലൊക്കെ നമ്മളിപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്തും നല്ലൊരു കുടുംബത്തെ പരിചയപ്പെടാനും ഇത്തിരി നേരം മിണ്ടാനും പറ്റില്ല. അപ്പം ഒത്തിരി സന്തോഷം. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് ഒരിക്കൽ കൂടി. ക്രിസ്മസ് ആൻഡ് പുതുവത്സരത്തിന്റെ പുതുവത്സര ആശംസകൾ. ഓക്കെ.